ഹായ് ഫ്രണ്ട്സ്, പാലപ്പത്തിനും ചപ്പാത്തിക്കും കൂടെ സൂപ്പർ ടേസ്റ്റായി ഈ എഗ് മസാല വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് രുചികരമായി തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. എഗ് മസാലയ്ക്ക് ആവശ്യമായ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. മുട്ടയുടെ തോട് പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മുട്ടയുടെ തോടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി മുട്ടയിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൂടി കൊടുക്കുന്നുണ്ട്, മസാലയൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായ ഒരു സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചുകൂടെ എടുത്ത് വെക്കാം. ഇനി ഒരു പാൻ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇപ്പോൾ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. എണ്ണയൊന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മസാലയെ ഒന്ന് മൂടി വെക്കുന്ന പരുവത്തിലൊന്ന് നമുക്ക് ഇളക്കി ഒന്ന് കൊടുക്കണം. ശേഷം 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിനകം വറ്റി വന്നിരിക്കും. തുറന്നു നോക്കാം. ഇപ്പോൾ എല്ലാം വറ്റി നന്നായിട്ട് എണ്ണയും തെളിഞ്ഞ് മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എഗ് മസാല തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.